ഇന്ന് ഞങ്ങള് ഞാൻ പറയുന്നത് ജോള് പറയും വിക്രമാദിത്യനും വേണ്ട ഇതിങ്ങനെയാണ്. ഇത് കാസർഗോഡ് വരെ എങ്ങനെ ഇരിക്കുവോ? വെള്ളത്തിക്കാ പോണ്? വെള്ളത്തിക്കല്ല പോണത്, മക്കാമുക്ക പോണത്. അപ്പൊ ഞങ്ങള് വരുന്നത് എവിടുക്കാന്നറിയാം, കാസർഗോഡ് മാലിക് ദീനാറിന്റെ മസ്ജിദ് പള്ളി കാണാനാണ് കേട്ടോ. ആ ഉപ്പാക്ക് അവിടെ പോണെന്ന് ഭയങ്കര നിർബന്ധം, ഒരു നീയത്തില്ല അത്ര. അപ്പൊ എന്നപ്പോ പറഞ്ഞ നമുക്ക് ഇന്ന് രാത്രി ആ കുളത്തേക്ക് പിന്നെ ഓളെ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ പോവാനെന്നാ, സ്വിമ്മിംഗ് പൂളിക്കല്ല. അപ്പൊ ഇപ്പാക്ക് അങ്ങനെയാണ്, എന്ത് കാര്യങ്ങളും പെട്ടെന്നുള്ള തീരുമാനത്തിന് ആൾക്ക് പോകണം. പക്ഷെ ഒരു കണക്കിന് പെട്ടെന്നുള്ള തീരുമാനങ്ങളാണ് സക്സസ് ആവുള്ളൂ. അപ്പോൾ പാവം എൻ്റെ ജംഷിനെ ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ പോവാണ്. ഞാനും എൻ്റെ 2 മക്കളും, ഒരു ഉമ്മാനെയും ഒരു മോനെയും ഞങ്ങൾ ഇവിടെ ആക്കി. മഴ പെയ്യണ്ടേ. അപ്പോൾ നമ്മളെ വണ്ടി റെഡി ആയിട്ടുണ്ട്, വണ്ടിയിലാണ് പോണുണ്ടോ. ഉമ്മച്ചില്ലേട്ടാ, ഉമ്മച്ചില്ല. അപ്പം ഇജ്ജ് പോരുണ്ടോ? ഉമ്മച്ചില്ലെങ്കിൽ ഇജ്ജ് പോരുണ്ടോ? ഓക്കെ. കരയില്ലെങ്കിൽ നന്നായി. മൂന്നാർ പോയ പോലെ ആവില്ലല്ലോ. മൂന്നാർ പോയിട്ട് ഇജ്ജ് പൊട്ടത്തിയ ബസ്സിൽ നിന്നാണ് ഇജ്ജ് കരഞ്ഞത്? പൊട്ടത്തിയേ? കല്യാണത്തിന് ബസ്സിൽ നിന്ന് കരഞ്ഞിട്ടില്ല. അപ്പോൾ കരഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഇനി ഞങ്ങൾ അവിടെ പോയി അനിയൻ്റെ വീട്ടിൽ പോയി അവരുടെ അടുത്ത് ഉപ്പാനെ എല്ലാവരും കയറ്റി ഉമ്മാനെ എല്ലാവരും കയറ്റി അപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ സ്റ്റോറി ഇട്ടിരുന്നിട്ട്, അപ്പോൾ കുറേ ആൾക്കാർ കാസർഗോഡ് വരുമ്പോൾ വിളിക്കാനും മെസ്സേജ് അയക്കാനൊക്കെ പറഞ്ഞ് നമുക്ക് നോക്കാം. നമ്മൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, അപ്പോൾ കുറേ ആൾക്കാർ കാണാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ. ഐഷു വാ. കുട്ടി കരയുന്നുണ്ടാ? കുട്ടി കരയാ? എന്തിനാ കരയണേ? എന്തിനാ കരയണേ? ബേബി ഞങ്ങൾ പോയിട്ട് വരാം കേട്ടാ, ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ ഓക്കെ എന്നാ ശരി, ഇറങ്ങിക്കോളി. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം ജംഷേ. ഓക്കെ. ഇതെന്തിനാ? പേപ്പർ ഗ്ലാസ് വീട്ടിൽ നിന്ന് തന്നെ എടുക്കാം. അപ്പം എന്നാ ആയിക്കോട്ടെ, ശരി. ഓക്കെ എന്നാ ബൈ. എവിടേക്കാണ് ഇപ്പം പോണേ? ഞാൻ പറഞ്ഞേക്കണേ നമുക്ക് ഒരു സിയാറത്തുണ്ട് മാലിക് ദീനാറിനോട്. മാലിക് ദീനാർ ഉള്ളാള 2 സ്ഥലത്തേക്ക് 2 സിയാറത്തും കഴിഞ്ഞ് കുറെ ആൾക്കാർ ദുആ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഞാൻ സ്റ്റോറി ഇട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഒത്തിരി ആളുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഒത്തിരി ആളുകൾ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ പ്രാർത്ഥിക്കണം. നമ്മള് കേടുപാടൊന്നും ഇല്ലാതെ തിരിച്ചെത്താനെന്നുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്യും. അതെ. എവിടെ മറ്റവരോടെ ചെക്കനോടെ? ഐബന്തിയ? ഐബല്ലല്ലോ. ഇപ്പൊ ഐബുന്ന പേര് തന്നെ. അഫുൽ എന്തിയ പോവല്ലേ? എടാ എൻ്റെ കാറ് വേണ്ട, ആ കാറോടെ ഇട്ടേക്ക്, ആ കാറോടെ വെച്ചേക്ക്. ബാപ്പിയുടെ കാറ് പോവാ, ബാപ്പച്ചിയുടെ കാറ് പോവാന്ന്. വാപ്പാൻ്റെ കാറ് പോവാ. ഓൻ്റെ വാപ്പാന്നിട്ട വിളിക്കുക. അതാണ്. സാധനമൊക്കെ എടുക്കാം. ഓക്കെ. ഇതെന്താണ് നിങ്ങളെ പെട്ടിയല്ലേ ഉള്ളൂ, വേറെ എന്താ ഉള്ളത്? ബാഗൊക്കെ ഉണ്ടോ? അത്രയും ബാഗ് ലഗേജൊക്കെ ഉണ്ടോ? 3-4 ആളുണ്ടല്ലോ അല്ലേ? നമ്മളെ വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റേ വണ്ടി അങ്ങോട്ട് കൊടുത്തയച്ചു. ആ പുറത്തുകൾ മാസ്റ്റർ സ്വിച്ച് ഇട്ടേ, പുറത്തുകളെ മാസ്റ്റർ സ്വിച്ച് ഇടി. ഞാട്ടരാം. വണ്ടി അങ്ങോട്ട് ഇട്ടിട്ട് അവിടുന്ന് സാധനം കയറ്റാം, കുറച്ചങ്ങോട്ട് കയറ്റിടാം. ലൈറ്റ് ഇടേ, മാസ്റ്റർ സ്വിച്ച്. ഓക്കെ റെഡി. നിങ്ങൾക്ക് ഇങ്ങനെ ഇടക്കിടക്ക് നിർത്തണ്ടല്ലോ. മറ്റേത് ഇപ്പാക്ക് എന്താ പ്രശ്നം തരോ? പാൽ ചായ കടക്ക് ചായ. ഇപ്പാക്ക് അതല്ലെന്നുണ്ടെങ്കിൽ ഒരു 100 സ്ഥലത്ത് വണ്ടി നിർത്തേണ്ടി വരും. അരമണിക്കൂർ കൂടുമ്പോൾ ചായ കുടിക്കണം. അപ്പോൾ അതിന് നല്ലത് ഫ്ലാസ്കിലൊന്നും ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതിന് അങ്ങനെ എടുത്ത് കുടിച്ചോളും. അത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ഇല്ലടാ പോവല്ലേ? പോവല്ലേ? അതിരാവിലെ 3 മണി 2 മണിയാണ് സമയം. എത്രയും 2:45. ഞങ്ങൾ എവിടെ എത്തിയെന്നറിയോ?
ഈ സ്ഥലം കണ്ട് നിങ്ങൾക്ക് വലിയ ഗസ് ചെയ്യാൻ പറ്റുമോ സ്ഥലം എവിടെയെന്നുള്ളത്? യെസ്, 2:30, 2:50. 2 ചായ, ഒന്ന് മധുരമില്ലാത്ത, ഒന്ന് മധുരമുള്ളത്. സ്ഥലത്തിൻ്റെ പേര് അറിയപ്പോക്ക്? ഇതാണ് പയ്യന്നൂര്. എത്തിയില്ല. കാസർഗോഡ്, കണ്ണൂരല്ലേ പയ്യന്നൂർ? കണ്ണൂർ ഡിസ്ട്രിക്റ്റിലല്ലേ പയ്യന്നൂർ? യെസ്, കണ്ണൂർ ഡിസ്ട്രിക്ട്. കാസർഗോട്ടേക്ക് കയറിയിട്ടില്ല, പക്ഷേ കാസർഗോട്ടേക്ക് കയറും. ബേബി എന്തേ വരണ? എന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. യെസ് ബേബി, പുറത്തിറങ്ങണ? വാ, കമോൺ, ഇറങ്ങിക്കോ. ഇങ്ങനെ പോരെ, ഇറങ്ങ. ബേബി ചെരുപ്പില്ല അല്ലേ? ചെരുപ്പുണ്ട് അവിടെ അമ്മ? ചെരുപ്പ് നിങ്ങനെ ചെരുപ്പിട്ടിട്ട് പറ. അങ്ങനെ ഇഷുബേബിക്ക് പുറത്തിറങ്ങണ തരാ പറയേ, എനിക്ക് പുറത്തിറങ്ങണമെന്ന് പറയേ. പുറത്തിറങ്ങണോ? ബേബി എന്തിനാണ് ഇറങ്ങിയത്? വെറുതെ? എനിക്ക് എന്താ വേണ്ടത്? ഐഷൊക്കെ ഫുള്ള് ഇരുന്ന് ഉറങ്ങട്ടോ. ഐഷക്കാരെ ബാക്കിലുണ്ട്, കംപ്ലീറ്റ് ഇരുന്ന് ഉറങ്ങുക. എന്താ വേണ്ട? കഴിക്കാൻ എന്താ വേണ്ട? എന്താണ്? വാ, ഇന്നലെ വന്നത് ഇവിടെ ആ സ്ഥലമല്ലത്. ഇന്നലെ വന്നത് വേറെ സ്ഥലത്താ. എനിക്ക് എന്താ വേണ്ട? എന്താ വേണ്ട? തല ഇങ്ങനെ ചോറിന് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാ? പേൻ കടിച്ചിട്ട് അത്ര തലയോറിന് ഇത്ര തോന്നെ വേണ്ട അതിനകത്ത്? അമ്മച്ചിക്ക് നോക്കാൻ വയ്യല്ലേ ഇപ്പോ? നമുക്ക് ശരിയാക്കണം കേട്ടോ. എനിക്ക് എന്താ കഴിക്കാണ്ട്? വാ, ഇവിടെ കഴിക്കാൻ ഇവിടെ കൽത്തപ്പുണ്ട്, പഴംപൊരി ഉണ്ട്, സമൂസ ഉണ്ട്. ഇതെന്താ പഴനിറവോ? ഇത്ര ഈ ഐറ്റംസ്. ഈ ഭാഗത്തുള്ള ആരെങ്കിലും ഇവരറിയുന്നുണ്ടെങ്കിൽ കമൻ്റ് അടിക്കണേ. ഇങ്ങനെ ചായ വന്നു. ഇതാണ് ശരിക്കുള്ള ചായ ഗ്ലാസ്. ഇങ്ങോട്ട് ഇപ്പോൾ ചായ, ബോംബെ ചായൻ്റെ ഗ്ലാസ്. ഇങ്ങോട്ട് ചായ കൊള്ളാം. ചായ കൊള്ളാം. എന്താണ്? കലത്തപ്പുണ്ട്, പഴംപൊരി ഉണ്ട്. എന്തുകൊണ്ട്? പഴംപൊരിയോ? ഞാൻ കലത്തപ്പം കഴിച്ചോട്ടെ. ഷേബി കലത്തപ്പം പീസ് കഴിക്കണോ? മറ്റൊരുക്കാർക്കും വേണ്ടല്ലോ വണ്ടിയിൽ. ഇത് കൊള്ളാട്ടോ. ഒരു പീസ് കഴിച്ചു. കലത്തപ്പല്ല, വേറെന്തോ സാധനം. ഇതിന്റെ പേരെന്താ ബ്രോ? नाम क्या है? मालूम नहीं है? क्या आड़ा तुम? അടഞ്ഞു പെട്ടിക്കണ് പഴംപൊരി ഒന്നും പഴംപൊരി ഒന്നും പറഞ്ഞിട്ട് പച്ചപ്പഴം. എന്തുകൊണ്ട്? സമൂസ ബ്രോ, ഒരു സമൂസ. വിഷ ബേബി ഒരു സമൂസ പറഞ്ഞിട്ടുണ്ട്. മറ്റവർക്ക് വണ്ടിയിൽ ഇരിക്കട്ടെ, ഓർക്ക് ചായ വേണ്ടാന്ന് എല്ലാവരും വിളിച്ചു. നിങ്ങൾ വിചാരിക്കും നമ്മൾ മാത്രം എന്താ ചായ കുടിക്കുന്നത്, പക്ഷെ അവർക്ക് ആർക്കും ചായ വേണ്ട, ഒരാൾക്കും വേണ്ട. അതുകൊണ്ടാണ് ഓർക്ക് വേണ്ടെങ്കിൽ നമ്മൾ കഴിക്കും, അത്രേ ഉള്ളൂ. പയ്യന്നൂർ രാത്രി 3 മണിക്ക് ശിവബി സമൂസ കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് കിട്ടിയിട്ടാ, കൈപ്പൊള. നിങ്ങൾ വേറെന്തോ പേര് തന്നെ? കൈക്കുംസി. കൈക്കുംസി എന്ന് പറഞ്ഞ സാധനമാണ്. നമ്മുടെ നാട്ടിൽ കൈപ്പൊള എന്ന് പറയും. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊക്കെ കണ്ണൂരിൽ നിന്ന് വന്ന സാധനങ്ങളാണ് നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ കണ്ണൂർ ഈ ഐറ്റംസൊക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് വന്ന ഐറ്റംസാണ് ഒക്കെ കണ്ണൂരിൽ. പക്ഷെ അവിടെ ഇങ്ങനെയല്ല കേട്ടോ, അവിടെ വേറൊരു രീതിയിലാണ്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പഴമൊക്കെ ഉണ്ടാവും. അല്ല, ഇത് ടേസ്റ്റ് ഉണ്ട്. ഇതാണ് ഒരു ടേസ്റ്റ്. ഞാൻ അതാ കഴിച്ചില്ല, കൈപ്പൊള. അപ്പൊ അങ്ങനെയാണ് കായ്പോള ഉണ്ടാക്കല്. 2 ഐറ്റം ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് ബേബി കൊള്ളാവോ? ആ പ്ലേറ്റ് താഴെ ഇടുവോ? അതിന്റെ കാശും കൂടി കൊടുക്കേണ്ടി വരും. സമൂസന്റെ കാശ് മാത്രമാവില്ല. തിന്നിട്ട് മതി, കഴിക്കും. ഇനി നിറയെ ആളുകളുണ്ടായിട്ട് ഒരാൾക്കും ചായ വേണ്ടത്രേ. എന്ത് മനുഷ്യന്മാരെ വരി. നമ്മളൊക്കെ ഒരു 150 ചായ അടിക്കും.
ഇവിടെ ഇറങ്ങി. ആ പോവല്ലേ? പോലടി ഷുബേബേ? ആ പപ്പാൻ്റെ അടുത്തിരുന്നോ? നോ ഇഷ്യൂ. ചെല്ലാനെ വിളിക്കണ പപ്പ. അവളിങ്ങനെ മെല്ലെ സ്വകാര്യം പറയാം. ഞാൻ മുമ്പിലിരിക്കട്ടെ വാപ്പിച്ചേ, ഞാൻ മുമ്പിലിരിക്കട്ടെ. നമ്മൾ അങ്ങനെ മുമ്പിലിരുത്തൂല പിള്ളേരെ. പക്ഷെ അവൾക്ക് വണ്ടി ഫുള്ള് ചളിയാട്ട. മഴ അങ്ങോട്ട് പെയ്തിട്ട് റോഡൊക്കെ ഒരു സംഭവമാണ്. കോഴിക്കോട് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഫുള്ള് കച്ചറ റോഡ്. നല്ലൊരൊറ്റ റോഡില്ല. ഒരു കാരണം വണ്ടി മൊത്തം ഫുള്ള് ചളി, മഴയും പെയ്യും. അപ്പോൾ നമ്മൾ ചായ കുടിച്ച കടയുടെ പേര് ഔക്കാഡോ കഫേ. ഇവിടെ നിന്നാണ് ചായ കുടിച്ചത് കേട്ടോ. ബ്രോൻ്റെ പേരെന്താ? ഷഹീദ്. നമ്മൾ കാസർഗോഡ് എത്തിയിട്ടോ ഒറ്റ സ്ട്രെച്ചിന്. സമയം ഇപ്പം എത്രയായി? 4:15. 4:15 നമ്മൾ മാഷാ അല്ലാഹ് മാലിക് ദിനാറിൻ്റെ മസ്ജിദിലായിട്ട് എത്തിയിട്ടുള്ളത്. എന്ത് ഭംഗിയാണ് കാണാനല്ലേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഭാഗത്ത് വരുന്നത്. മാലിക് ദിനാർ കാസർഗോഡ് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. കാരണം കാസർഗോഡ് വരേണ്ട നമുക്കൊരു കാര്യം ഉണ്ടാവില്ല. പൊള്ളി സ്ഥലം, പള്ളി കണ്ട ഒരു രക്ഷയില്ല. ഇനി നമുക്ക് ഇവിടെ മാലിക് ദിനാറിൻ്റെ അവരുടെ എത്തിങ്ങാനുണ്ട്. നമ്മളിവിടെ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈം അല്ല നമ്മളല്ലേ? ആദ്യമായിട്ടാണ് മാലിക് ദിനാർ പള്ളി കാണാൻ വന്നത്. മക്കാമൊക്കെ കാണാൻ മക്കാമിലെ മഹാന്മാരുടെ കബറത്തിൽ നമ്മൾ എത്തിപ്പെടുന്നു. മരണത്തിൽ ഒരുപാട് കാലമായി. അങ്ങനെ ഇൻഷാ അല്ലാഹ് അവസാനം എന്നാണ് എത്തിപ്പെട്ടത്? അല്ലാഹുവിൻ്റെ തൗഫീഖോട് കൂടി ഇന്ന് നമ്മൾ എത്തിപ്പെട്ടു. എന്താ രസമല്ലേ കാണാനും പള്ളി. ബാക്കിയൊക്കെ പിന്നീട് ഒരു രക്ഷയില്ല. ആ ബസ്സിലൊക്കെ ആളുകൾ വന്നാട്ടെ, സിയാറത്തിന് വന്നാണ്. ഒരു ഫുള്ള് ബസ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നതാണ്. അതിൽ കുറേ ആളുകളുണ്ട്. ഒക്കെ സിയാറത്തിന് വന്നാണ്. അവിടെ മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമി ഉണ്ട്. സൈഡിലോ കാണണം കേട്ടോ. ലാസ്റ്റ് കാണാൻ പച്ച ലൈറ്റ് കാണുന്നത് അതാണ് കേട്ടോ. പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം ഇൻഷാ അല്ലാഹ്. ശിവബി എവിടെ എത്തി? പള്ളി എങ്ങനെയുണ്ട്? എവിടെ പള്ളി? പള്ളി എവിടെ? അങ്ങോട്ട് നോക്ക്. ആ കാണുന്ന എങ്ങനെയുണ്ട് യാത്ര? എന്തെങ്കിലും അറിഞ്ഞേ? എന്തേ സംഭവിച്ചു? ആ അവിടുന്ന് കേറി ഇവിടെ ഒന്ന് ഇറങ്ങി. വേറൊന്നും അറിഞ്ഞില്ലല്ലോ. പഴംപൊരിയും ചായയും കുടിച്ച്. എന്താ മറ്റേ സാധനത്തിന്റെ പേര് പറഞ്ഞ്? കായ്പോള തിന്ന് ചായ കുടിച്ച്. യശുക്ക് അതാകെ കിളി പോയ അവസ്ഥല. ബേബി കായ്പോളല്ല, ഒരു സമൂസ എന്നിട്ട് അവിടെ തന്നെ ഇട്ട്. അതുണ്ടായത് ലക്ഷ ബേബി. എന്തേ? എനിക്ക് ഈ പള്ളിയുടെ ഭംഗി കണ്ടിട്ടാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ പള്ളി എങ്ങനെ ഉണ്ടെന്നുള്ളത്. പച്ച കളറ് അതോ? മുകളിലോ? ഏതാ ഈ കാണിക്കണ്? അതോ? അതാണ് പള്ളിയുടെ മുനാരം. ഖുബ്ബ എന്ന് പറയും. കണ്ട മുനാരം ഉണ്ട്. അതിൻ്റെ മേലെ എന്താ എഴുതിക്കണേ അറിയോ? അള്ളാഹൂന്ന്. അള്ളാഹു എന്നാണ് എഴുതിയിട്ട്. ആ മേലെ എഴുതിന്. നമ്മളങ്ങനെ വന്ന് ഇനിയിപ്പോൾ ഇവിടുന്ന് വൊളു എടുക്കണം കേട്ടോ. അതാണ് ഹൗള്. ഇവിടുന്ന് വൊളു എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അകത്ത് കയറാൻ സമയം സുബി ബാങ്ക് കൊടുക്കാനായിക്കണം. സുബി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലാണ് മക്കാമ് തുറക്കുള്ളൂ. പള്ളിയുടെ അകം ഭയങ്കര വൃത്തി, നല്ല അടിപൊളി പള്ളിയാട്ടോ. വലിയ പള്ളിയാണ്. അതിൻ്റെ അകത്താണ് മക്കാമുള്ളതെന്ന് തോന്നുന്നു. നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഓരോരോ ഷോർട്ട്സ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ ഇട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. ചെറുപ്പം നമുക്ക് ഇവിടെ ഊരിയിടാം. ഇവിടെ നേരെ ഇങ്ങനെ കയറിയിട്ട് ഇവിടുന്ന് ഉതെടുത്തിട്ട് നമുക്ക് ആ പള്ളിയുടെ അകത്തോട്ട് കയറാം. അകത്തേക്ക് കയറി വന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു ഹൗള് കാണാട്ടോ. അതേപോലെ ഇതിങ്ങനെ പള്ളിയുടെ അകത്തോട്ട് ഇങ്ങനെ എന്നാണ് പള്ളിയുടെ അകം. നിസ്കരിക്കുന്ന സ്ഥലം എവിടെയാണ്. നമുക്ക് എന്ത് ചെയ്യാം? തഹജ്ജുദ് നിസ്കരിക്കാം, സുന്നത്ത് നിസ്കരിക്കാം. അതൊക്കെ നടക്കട്ടെ. ഓക്കെ.
ഒരു ഭാഗത്താണ് നിസ്കാരങ്ങൾ കംപ്ലീറ്റ് തുടങ്ങുന്നത്. എല്ലാ ജമാഅത്ത് നിസ്കാരങ്ങളും ഈ ഭാഗത്ത് നിന്നിട്ടാണ്. ഖുതുബകൾ മൊത്തം അപ്പുറത്ത് നിന്നിട്ട്, ഇയാൾ ഉസ്താദ് നിസ്കരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്നിട്ട്. ഏകദേശം 1400 ചില്ലും വർഷങ്ങൾ പഴക്കമുള്ള പള്ളി എന്നിട്ട് പറയുന്നത് ഈ ഒരു പള്ളി. ഈ ഒരു ഭാഗം 1400 ചില്ലും വർഷങ്ങൾ പഴക്കമുണ്ട്. ഈ ഭാഗം പിന്നെ നമ്മൾ ആദ്യം കയറി വന്ന ഭാഗമൊക്കെ അതിന് ശേഷം ഉണ്ടാക്കിയതെന്നാണ് പറഞ്ഞത്. ഇവിടെയാണ് മാലിക് ദിനാറിൻ്റെ മക്കാമ്. അതിനകത്താണ് മക്കാമുള്ളത്. ഇത് നിസ്കാരത്തിന് ശേഷം ഇത് ഓപ്പൺ ആക്കുള്ളൂ, ഡോറ് അതുവരെ ഓപ്പൺ ആക്കില്ല. പിന്നെ ഇതിന് പ്രത്യേകം എന്താ വെച്ചാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വാതിലുകളാണ്. അങ്ങനത്തെ 10 വാതിലുകൾ. ഇതിനകത്താണ് എല്ലാ ജമാഅത്ത് നിസ്കാരങ്ങളും നടക്കുന്നതാണ്. ഇതിനകത്ത് ഖുതുബ മാത്രം അതിനകത്ത് അപ്പുറത്ത്. എല്ലാവരും നല്ല കളിയിലാണ്. രാവിലെ സിയാറത്തൊക്കെ കഴിഞ്ഞ് പള്ളി പകൽ വെളിച്ചത്ത് കണ്ടില്ലല്ലോ ആരും. ഇതാണ് പള്ളി ട്ടാ, പകൽ വെളിച്ചത്തിൽ. പിന്നല്ലാതെ യൂട്യൂബ് അല്ലാതെ പിന്നെ എന്താ ഉള്ളത്? ഒറ്റ കണ്ട സിയാർത്ത് എൻജോയ് ചെയ്ത സിയാർത്ത് എൻജോയ് ചെയ്തില്ല. എന്തിനാ കൂടുതൽ വേണ്ടി ദുആ ചെയ്ത്? എന്തിനു വേണ്ടിയിട്ടാ കൂടുതൽ ദുആ ചെയ്ത്? എന്താണ് എന്താണ് ഏടാ ഏടാ എങ്ങണ്ടാ ഈ എങ്ങണ്ടാ? ഇതാണ് നമ്മളെ വില്ലൻ എങ്ങോട്ടാ ഇഷുബേബി എങ്ങോട്ടാ പോണ്? ആ ഇതൊക്കെ നമ്മുടെ നാട്ടുകാരാട്ടോ. ഇവരൊക്കെ നമ്മുടെ നാട്ടുകാരാണ്. നിൽക്കുന്നവരൊക്കെ എന്താണ് വാപ്പിക്കാട്ടിക്ക വാപ്പിക്കന്നെ തരുവോ? ചാവിയല്ല വാപ്പിക്ക എനിക്കതാ വാപ്പിക്ക ചാവിയല്ലടാ പൊട്ട. അത് തായോന്ന് മിഠായിതാ തായോ തരില്ലേ? താങ്ക് യു. ഓനക്കൊന്നും വേണ്ട, ഓനക്ക് തന്നെ മതി. പിടിച്ചോ. എനിക്കറിയാം, ഓനക്കറിയാം. ഓനൊന്നും നിങ്ങൾ പറഞ്ഞൊന്നും ഓൻ കാണൂല. അച്ഛോ അവിടുന്നൊക്കെ പോകുന്നു. പിന്നെ ഇവിടെ എത്തിന്നരോ ഉള്ളാള് മക്കാമിലെത്തിയിട്ട് മക്കാമിൽ കണ്ട. പക്ഷെ എന്ത് ഈസി അല്ലേ അവിടുത്തെ പോരാന്. നമ്മള് കാസർഗോഡ് നിന്ന്, അതായത് മാലിക് ദീനാറിന്റെ പള്ളിയിൽ നിന്ന് 39 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത്. 39 മിനിറ്റ് കൊണ്ട് എത്തി. അതുപോലത്തെ റോഡ്, അടിപൊളി റോഡ്. ഇതാണ് ഉള്ളാളും മക്കാം കേട്ടോ.
അങ്ങോട്ടാ പോണ്ട്. പാർക്കിംഗ് അവിടെ നോക്കാം. അത് ഹാളാണ് അവരെ അവിടെ പാർക്കിംഗ് ഇവിടെ ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഇട്ടോക്കാം. ഉള്ളി തുടിച്ചായിരങ്ങൾ ഇഷ്മായി തലെടുക്ക്. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാട്ടോ. വണ്ടി ബാക്കിലോട്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി നമുക്ക് ഇവിടെയും കൂടി സിയാറത്ത് കഴിഞ്ഞാൽ അല്ലേ പരിപാടി കഴിഞ്ഞില്ലേ. അടുത്ത നമ്മൾ ബേക്കൽ കോട്ട കേട്ടോ, പോണ പോക്കില് കണ്ണൂർ ബേക്കൽ കോട്ട. നിങ്ങൾ ഇറങ്ങിക്കോളി എല്ലാവരും. പകരം ഇതെന്താ ഇത് ഇത് കുളതാ അവിടെ ഉള്ളതാണ്. അത് വെറുതെ ഉള്ള കുളം അല്ല, ഇതൊന്നുമില്ല. പണ്ട് ഇതിലും വലിപ്പുണ്ടായിരുന്നു. ഞാൻ 1900 നിങ്ങളല്ലേ ഇവിടുന്ന് പണ്ട് ഒരു മറ്റേ പരിയിലൊക്കെ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് അത് ഇവിടുന്ന് വീണ് പൊട്ടി പണ്ട് 1987 ഞാനുള്ള കാലത്ത് 87 90 94 അങ്ങനെ എനിക്ക് അന്ന് അത്യാവശ്യം വലുപ്പുണ്ട്. 94 നിങ്ങൾ വെല്ലുമ്പിയും കൂടി വന്നിട്ട് ട്രെയിൻ വന്നിട്ട് അത് ഇവിടുന്നല്ലേ കൊണ്ടുവന്ന്. അന്ന് ഈ കുളം ഇതിനെങ്കായും വലിപ്പുണ്ട്. ഇതിന്റെ ഫോട്ടോ ആയിരുന്നു. ഇപ്പൊ അത് ഇതിന്റെ ഫോട്ടോ, ഈ ബിൽഡിങ്ങിന്റെ ഫോട്ടോ ആയിരുന്നു. അന്ന് ഈ കുളേ ഇതിനെങ്കായും വലിപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു ഒതുക്കിട്ടിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് വന്നപ്പോ ഇതൊക്കെ ഒതുക്കിട്ടിട്ട് കെട്ടിച്ചിരിക്കും. അന്ന് പിന്നെ അപ്പം ഇതാണ് മക്കളെ നമ്മുടെ ഉള്ളാൾ മക്കാം. ഇതല്ല കേട്ടാ, ഇതിന്റെ അപ്പുറത്താണ്. അപ്പുറത്തല്ലേ ഇതിന്റെ മെയിൻ. ഇതിന്റെ ഫോട്ടോ അല്ലേ നമ്മളെ ചുമരുമ്പോ ഉണ്ടായിരുന്നു. ഇപ്പൊ പണ്ട് കൊടുത്തിട്ട് ഇപ്പം വെലിമയും കൂടി കൊടുത്തിട്ട് എന്റെ ഓർമ്മ ഉണ്ട്. ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് എന്നാന്ന് കൊടുത്തു. എല്ലാ ഉദ്ദേശമുള്ള ബുദ്ധിയാണ്. ഇയാൾ ഒരു ഉമ്രത്ത് വന്നിട്ട് എല്ലാവരും കൊണ്ടുവരാണ് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഉള്ളാൾ മക്കാമിന്റെ ഫ്രണ്ട് ഭാഗം. ഭയങ്കര രസമാണ് ഇത് കാണാൻ. ഒരു പൊട്ടത്തിത് കുളാണോ? ആ കുളത്തിൽ നിന്നും കിടക്കാൻ പറ്റൂല. ഐശുവിന് നീരിറങ്ങിയിട്ട് വാലൊക്കെ മുറിയേക്കണേ. യശ്വ എന്താടേ, എന്താണ് യശ്വ ഈ ഒരു ഉഷാറില്ലാത്ത? ഈ ഉറങ്ങിണീറ്റടാ, ഉറങ്ങിണീറ്റാ അപ്പിൽ ഉറങ്ങിണീറ്റ്. ഇനി നമ്മൾ പോയി നോക്കാം, മക്കാമിൻ്റെ ഉള്ളിൽ പോയി നോക്കട്ടെ. മക്കാമ് എങ്ങനെയാണ്, മക്കാമിൻ്റെ ഇതെന്താന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിന് കുറേ ചരിത്രങ്ങളുള്ള സ്ഥലം കേട്ടോ. ആരെങ്കിലുമൊക്കെ വന്നിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് നിങ്ങൾക്ക് ഏറ്റവും സുഖം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാലിക് ദിനാറിൻ്റെ പള്ളിയിൽ വന്നാൽ അവിടുന്ന് 40 കിലോമീറ്റർ ഉള്ളൂ. ഈ 40 കിലോമീറ്റർ ഓടിയാൽ 40 മിനിറ്റ് ഓടിയാൽ നമുക്കിവിടെ ഈ മക്കാമിലെത്താം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സുഖം. ഒറ്റ വരെ വന്നാൽ 2 കാര്യങ്ങളും നടക്കും. ഇഷ്ടംപോലെ പാർക്കിങ്ങും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കിണറുണ്ട്. ഇതാണ് പൈസ ഇടുന്നത് അല്ലേ. ഇത് കണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇതിനുള്ളിൽ ഫുള്ള് പൈസ ഇട്ടിക്കണ്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ പൂട്ടുകളൊക്കെ കെട്ടിയിട്ടിരിക്കണം. എന്താണ് സംഭവം എന്നറിയില്ല കേട്ടോ. പൈസ ഇടണം. ഒത്തിരി പൈസ ഇട്ടിരിക്കണം കേട്ടോ. അല്ലാവോ അല്ല, എനിക്കും അറിയില്ല. ഐശു ഓരോരോ ആചാരങ്ങളാണ്. ഇതിനുള്ളൊക്കെ പൈസയാണ് എടുക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളാൾ ദർഗാ ഷരീഫ് കേട്ടോ, ഉള്ളാൾ മക്കാം. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. മുഖഭാഗം കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. മക്കാമാണത്. അതിനടുത്ത് പള്ളിയിട്ട് നമസ്കരിക്കുന്ന സ്ഥലം. ഒത്തിരി ആളുകൾ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. നല്ല വിശാലമായിട്ടുള്ള മസ്ജിദാണ്. അകത്തെ പള്ളി വേറെ ഉണ്ട്.
ഇത് പുറത്താണ്. ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഔത്തപ്പള്ളി വേറെയാണ്. ഒത്തിരി വലിയ പള്ളിയാണ്. ഒത്തിരി പേർക്ക് ഒരേ സമയം നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ഇവിടുത്തെ ആ കാണുന്ന മെഹ്റാബ്. ഭയങ്കര ഇങ്ങനത്തെ പള്ളിയിലൊക്കെ വരുമ്പോൾ എന്താണെന്ന് പറയുക, ഒരു ഭയങ്കര ഒരു സ്പിരിച്വൽ ഫീലാണ്. ഇത് കണ്ടോ, ഭയങ്കര സ്പിരിച്വൽ ഫീലാണ് ഇങ്ങനത്തെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ. കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. നമ്മളറിയാണ്ടേ ഒരു സ്പിരിച്വൽ മൂഡിലേക്ക് കയറിപ്പോവും. അതാണ് നമ്മൾ നേരത്തെ പോയ പള്ളി അങ്ങനെയായിരുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുക കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങാം. മക്കാം അവിടെ മനസ്സിലായില്ലേ, നമ്മൾ നേരത്തെ കണ്ട എന്താ പറയുക കുളം അവിടെ. നമ്മുടെ വണ്ടി അത് അപ്പുറത്ത് എടുക്കുക. അപ്പോൾ അവരൊക്കെ അവിടെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു, ഞാൻ ഇറങ്ങി. ഇതാണ് കണ്ണൂർ ബേക്കൽ കോട്ട. കണ്ടങ്ങള് അടിപൊളി സ്ഥലം കേട്ടോ. എങ്ങനെയുണ്ട് ഇപ്പം സ്ഥലം? എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? ആ, ഇതിന്റെ മുകളിൽ കയറണം. എനിക്ക് പറ്റും. ഇതിന്റെ മുകളിൽ നടന്ന് കയറണം. കയറി നടന്ന് കയറി മക് കയറാൻ പോയിക്കോ നോക്കട്ടെ. എല്ലാവരും കൂടി പാഞ്ഞ് കയറുന്നുണ്ട്. എനിക്കറിയില്ല, എന്നെ കൊണ്ട് പറ്റും തോന്നുന്നില്ല. അല്ലാ, ഇത് കാണുന്ന പോലെ ഇല്ലല്ലേ. ഇത് കയറുമ്പോൾ രസമുണ്ട്. ഇതിൻ്റെ ഒറ്റ ടോപ്പിൽ അവിടെ മേലെത്തുമ്പോഴേക്ക് മേലെന്ന് താഴത്തേക്ക് നോക്കിയാൽ നല്ല വ്യൂ കേട്ടോ. നമ്മൾ തലക്കൊന്നൊന്നും വീഡിയോ എടുത്തില്ല. നമ്മൾ ഇവിടെ ഉള്ളിൽ കയറിയിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഇനി പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ കാണിച്ചു തരാം. പുറത്തേക്കുള്ള വ്യൂ ഇതൊക്കെ പുറത്തിറങ്ങിയിട്ട്. എന്താ ഇഷ്യൂ ആയിഷേ? എന്ത് ഭംഗിയെ കാണാൻ ഇതിന് മുകളിൽ. എന്താ അടിപൊളി പ്രൈസ്, ഒരു രക്ഷയില്ല കേട്ടോ ഈ സാധനം. ഇതുപോലെ സാധനം ഇതാണ് ബേക്കൽ കോട്ട പള്ളി. ആ പേടിയാ? ഫോട്ടോസ് എടുക്കാം. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 3 ഭാഗവും കടലിനാൽ ചുറ്റപ്പെട്ടതാട്ടോ. ഇത് കണ്ട ഫുള്ള് കടലിങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇതുവരെ വരും, ഈ ഭാഗം വരെ. ഇത്രയും ഭാഗം മാത്രമേ കരയുള്ളൂ. ഇത്രയും ഭാഗം മാത്രമേ കരയുള്ളൂ. ബാക്കിയുള്ളത് മൊത്തം കടലാണ്. വണ്ടർഫുൾ സ്പേസ് ആട്ടോ. ഒരിക്കലെങ്കിലും വരണം, വന്ന് കാണണ്ടാണ്. ഇത് കണ്ടത് പണ്ടത്തെ കാലത്തൊക്കെ ബേക്കൽ കോട്ടനെ പറ്റി പഠിക്കാണ്ടല്ലേ. കണ്ട ചുറ്റുപുറത്തിൻ്റെ ചുറ്റുമതിലുണ്ടോ? അതാണ് ചുറ്റുമതിൽ. അങ്ങനെ ആക്ച്വലി ഇതിന്റെ ചരിത്രം എന്താണെന്ന് എനിക്കറിയില്ല. ചരിത്രം ഇത് ഒറിജിനലായിട്ട് മിലിറ്ററി പണ്ടത്തെ ബ്രിട്ടീഷ്. ഇത് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അന്ന് പഠിച്ചില്ല ബേക്കൽ കോട്ടനെ കുറിച്ച്. 3 പുറം കടലാണ്. 3 പുറം കടൽ, ഒരു കര ഒരു ഭാഗം മാത്രമേ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അന്നത്തെ പിന്നെ വല്ല അക്രമൊക്കെ വരികയാണെങ്കിൽ ഇതുവഴി വരണം, കടല് വഴിയേ വരുള്ളൂ. കടല് വഴിക്ക് വരണതൊക്കെ ഇവിടുന്ന് തടുക്കാനും കാണാനും പറ്റും. താഴത്തൊക്കെ കണ്ടിട്ട് പാറവേര് നിന്നിരുന്ന സ്ഥലങ്ങളാണ് ആ കാണുന്നതൊക്കെ അല്ലേ. പാറവേര്. ഓക്കെ 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 ഓക്കെ. അപ്പം അങ്ങനെയാണ്. അടിപൊളിയല്ലേ ഷിബാബി? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? താഴത്ത് പോവാം, വെയിറ്റ് ചെയ്യും. ഓൾക്ക് ഇവിടെ നിന്നും എടുത്തിട്ടുണ്ടാവും. എല്ലാവരും ആ പോണിട്ടാ. ഇവിടെ ഇറങ്ങാൻ ഭയങ്കര ടാസ്ക്കാണ്. കയറിയ പോലെ ഇറങ്ങാൻ കുത്തനല്ലേ. കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഞാനിവിടെ ആദ്യമായിട്ട് വരികയാണ്. സംഭവം കിടക്കാച്ച്. പക്ഷെ എന്താ വന്ന സമയം തെറ്റി. കൊടും വെയിൽ. സമയം എത്രയായി? 10:30 മണിയായിട്ടുള്ളൂ. ഈ കൊടും വെയിലത്ത് ഇവിടെ എത്തിയാലുള്ള അവസ്ഥകൾ കണ്ടില്ലേ? ജാതി ചൂടാണ്. ഈ ചൂടത്ത് എന്തെടുക്കാനാ? ഒന്നും നടപടിയാവില്ല. ഷിബാബി വീഴും വീഴും വീഴും.
ഷിബാബി വീഴും ഉറപ്പാണ്. പിണങ്ങിയ ഷിബാബി പിണങ്ങിയടോ. ഷിബാബിക്ക് ബീച്ചിൽ പോവാത്തതുകൊണ്ട് ഷിബാബി പിണങ്ങി അല്ലേ? ഷിബാബി പിണങ്ങിക്കണ ഇല്ലല്ലോ? അനക്ക് പണക്കണ്ട? എടാ അനക്ക് പണക്കണ്ട? പണക്കണ്ട? ഐശ്വന് പണക്കണ്ട? എന്തിന്? ബീച്ചാ അങ്ങോട്ട് എത്തൂലടി അത്. നിങ്ങൾ നോക്കാണ് ഈ ജാതി കൊട്ട വെയില്. ഈ ജാതി കൊട്ട വെയിലാണ്. ഈ കൊട്ട വെയിലത്ത് മനുഷ്യൻ നടന്ന് ഉപ്പാട് പറ്റിയിരിക്കണം. അസുഖം പിടിക്കും. പിണങ്ങി പോയിട്ട് ഹിസ്ബേബിനെ ബീച്ചിൽ കൊണ്ടാവാൻ. അവിടെ ബീച്ച് പുറത്തല്ല ഉള്ളത്. ഇതാണ് ബേക്കൽ കോട്ടൻ്റെ ഉള്ളിൽ കയറുന്ന ടിക്കറ്റൊക്കെ കൊടുക്കുന്ന സ്ഥലം. ടിക്കറ്റ് നമ്മൾ കൊടുക്കുന്ന സ്ഥലം കേട്ടോ. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം അപ്പുറത്താണ്. നല്ല അത്യാവശ്യം വരുന്നുണ്ട്. ഇതിനകത്ത് നിന്നാണ് നമ്മൾ പുറത്തുനിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെയാണ് കൊടുക്കുക. ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെയാണ് കയറി വരും. ഔട്ട് സൈഡ് ഇതാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ടിക്കറ്റ് എടുത്തില്ല, വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു കോളിൽ വിട്ടിട്ട് അങ്ങനെ പോയി. ആ കോൾ കഴിഞ്ഞതിന് ശേഷം അവിടെ എത്തിയപ്പോഴാണ് അയ്യോ വീഡിയോ എടുക്കണമല്ലോ എന്നുള്ള ഓർമ്മ വന്ന്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, കാരണം ഇത് അങ്ങനെയാണ്. നമ്മൾ എല്ലാവരും കൂടിയൊക്കെ ആയിട്ട് വരുമ്പോഴേ നമ്മൾ വിചാരിച്ച പോലെ എല്ലാവരും പറഞ്ഞാൽ കേൾക്കില്ല. നമ്മൾ വിചാരിച്ച പോലെ പിള്ളേരൊന്നും സെറ്റാവില്ല. അപ്പോൾ വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതൊന്നും അറിയില്ല. ഇഷ്ടപ്പെട്ടാലും പറ്റി നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടോ. അതാണ് നമുക്ക് പറയാനുള്ളത്. കണ്ട എന്ത് ഭംഗിയാണ് കാണാനല്ലേ. പഴയ കോട്ട. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. ആ കാണുന്ന ടെമ്പിൾ. അപ്പോൾ അതാ നടന്ന് ക്ഷീണിച്ച് വന്ന് വെയിലും കൊണ്ടിട്ട് സാധു 2 നാരങ്ങ സോഡ വാങ്ങി തെറ്റേ. ക്ഷീണത്തിന് നല്ലതാ. ഉപ്പിട്ട് 2 നാരങ്ങ സോഡ തന്നാലേ കുടിക്കോ? ആ മതി. നടന്നിട്ടില്ലേ? എന്ത് വെയിലല്ലേ, എന്ത് വെയിലാ. ഈ കുട്ടികൾക്ക് യാതൊരു ക്ഷീണമില്ല. ഞാനതാ ആ ചെറുതാവുകയൊക്കെ പോണ നോക്കാണേ. നമ്മൾ ഈ വലിയ പോത്തുമല്ല യശുഭായി വണ്ടി. ഈ ഇത്രയും പോത്തുമല്ല നമ്മളെ കൊണ്ട് പറ്റണില്ല. അഫിലൊക്കെ നടക്കുന്ന കണ്ടാൽ തന്നെ നമ്മൾ നെട്ടിപ്പോവും. ഭയങ്കര രസമുണ്ട് കേട്ടോ സ്ഥലം. ഇനി ഇതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ട ഇതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ഇതാണ്. ഇങ്ങനെ കാണും പുറത്തുനിന്നുള്ളത്. സെറ്റ് സ്ഥലമല്ല, അടിപൊളിയല്ലേ. ബേക്കൽ കോട്ട എന്ന് പറയുന്ന സാധനമാണിത്. അപ്പം നമ്മൾ നാരങ്ങളെ കുടിക്കാൻ പോവാ. ആ ഇങ്ങോട്ട് പറയും. ആ പോണ് ഹെലികോപ്റ്റർ. കണ്ടാ എന്താ പറയാൻ വന്ന് പറ. എന്ത് പോകുമ്പോ വാങ്ങട്ടാ. അതാ പോണ് എന്നാ വരി. നാരങ്ങ സോഡ ആർക്കൊക്കെ വേണ്ടിച്ചാ വരി. അവിടെ പുസോട നമുക്ക് അവിടെ എടുക്കാം. ആയിക്കോട്ടെ. പിന്നെ തൃശ്ശൂരിന്ന് ഞാനിപ്പോൾ പണ്ടൊരു ഉപ്പുസോട കുടിച്ചിട്ട്, അല്ല ഉപ്പുസോട അല്ല, ഇത് മോര് കുടിച്ചിട്ട് അത് പെട്ടിട്ട് ഞാൻ പിന്നെ അതിൻ്റെ ശേഷം ഞാൻ മോര് കുടിക്കല്ലോ. എന്താണ് അവിടെ എന്താ? അതാ അത് നമുക്ക് മേടിക്കാം. അതല്ല ഇപ്പോൾ ആദ്യം വെള്ളം. വാ ചുടുവെള്ളം. എന്താ എനിക്ക് ഓടാ അവിടുന്ന്. ഒരു വണ്ടി പേര മൊത്തം എനിക്ക് ബ്രൂ ഉണ്ട്. എന്നിട്ട് എനിക്ക് ഇനി ബ്രൂ ആണോ? എന്താണ് ഇപ്പപ്പാണ് അതിൻ്റെ ആള്. അവർക്ക് വിളിക്കും ബപ്പ. ജ്യൂസാ? എന്ത് ജ്യൂസ്? എനിക്ക് എന്ത് ജ്യൂസാ? അത് വേണ്ട എടുത്തോളേ. നാരങ്ങ സോഡ ഇൻ്റെത്. ഞാനതിന് നോക്കട്ടെ. ഓൾക്ക് സാധാ വെള്ളം കൊടുത്താണേ. ടോയ് നോക്കാൻ തുടങ്ങിയിട്ട് എത്ര മിനിറ്റ് ആടി? ടോയ് നോക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് അല്ല. അതൊക്കെ ബോയ്സിൻ്റെതാണ്. നീ മേടിച്ചോ?
ഇതുണ്ടോ കയ്യില്? ഇവിടെ കാണുന്ന എല്ലാ ടോയ്സുകളെ കയ്യിലുണ്ട് ഇപ്പാ. അപ്പോൾ കൺഫ്യൂഷൻ. എന്നാലും എന്തേലും മേടിക്കണ്ടേ നിങ്ങളിവിടെ കൊണ്ട്? ആ ഇത് മതിയാ? ചെറിയ കുട്ടിയല്ലേ? എന്നൊരു കല്യാണം നോക്കട്ടെ. ഒരു കുട്ടീന്റെ താത്തിന് എന്നൊരു കല്യാണം നോക്കട്ടെ. അതിന് മറുപടി ഒന്നില്ല. ഹലോ, പിന്നെ എല്ലാം കൂടിയിട്ട് 34,000. എന്താണ് പറ, വേഗം തീരുമാനിക്ക്, ഡിസിഷൻ വേഗം എടുക്ക്. 20 സീറ്റ് ചോദിച്ചിട്ട് നേരെ മറ്റേത് പറഞ്ഞിട്ട് വിളിച്ചാൽ മതി. അത് വേണം, അത് 200, ഇത് വേണം. ഇനി എന്ത് തീരുമാനിച്ചു പറ. എനിക്കറിയില്ല, ഇത് ഇങ്ങനെ നടക്കുള്ളൂ, ഒന്നും നടപടിയാവില്ല കേട്ടോ. അവള് വളട്ടോ? അവൾക്ക് വള ഇഷ്ടല്ല, അവൾക്ക് വള ഇഷ്ടല്ല. നിങ്ങൾ വളൊന്നും പറയില്ല പപ്പ, അവൾക്ക് വള ഇഷ്ടല്ല പപ്പ. എന്തിനാ അത് എടുക്കണ പപ്പ? നിങ്ങൾ അടുത്ത അനക്ക് വേണ്ട എടുത്തോ. ഈ ലാസ്റ്റ് ഫൈനൽ ചെയ്യോ? ഫൈനൽ ചെയ്യോ? ഇതോ അവിടുത്തെ കഴിഞ്ഞിട്ട് അഞ്ഞിണ്ട് പോരാ. ഇതെന്താ ചെറിയ പിള്ളേരെ പോലെ? അനക്കുള്ള ഇന്നലെ ഞാൻ 100-300 രൂപയുടെ ടോയാണ് ഇന്നലെ കൊടുന്നു നിൽക്കണ് അവിടെ വീട്ടില്. ആവശ്യമില്ലാണ്ട് പൈസ നാസാക്കരുത്. നമുക്ക് എന്തെങ്കിലും ഉപകാരത്തിനാണെങ്കിൽ നാസാക്കാം. ഇവര് കണ്ട എന്താണ് എത്രയായി? മേടിച്ചോ? മേടിച്ചോ? ഇവളല്ലേ അവൾക്ക് പറ്റിയൊന്നും ഇതുവരെ കണ്ടില്ല. അതാണ് അടുത്ത്. എന്താ സാധനം? ഇതെന്താ? ആ പിന്നെന്തോ? എത്രയാണ് രണ്ടും കൂടി വെച്ച്? ഒന്ന് വരെ ഓൾ ഇത്ര നേരം ഒന്നും വേണ്ട ഓൾക്ക് പറ്റാത്ത നടന്ന് കണ്ടിട്ട്. ആ അപ്പൊ എത്രയായി പറയും ചേച്ചി? പറ അവൾക്ക് എന്താ നെശു പറയും വേഗം. ഇനി വെള്ളം കൊടുക്കും. ഇപ്പൊ എത്ര നേരം നടന്നാണ് അവള് ക്ഷീണിച്ചിക്കണ്. നെശു ഇതേപോലെ കൺഫ്യൂഷനിലാണ് എന്ത് ചെയ്യുന്നുള്ളത് ആലോചിച്ചിട്ട്. ആ അവളെ പോലെ തന്നെ മറ്റും കൺഫ്യൂഷനാണ്. നെശു വേടക്ക് പോവാ. ഐഷു എന്റെ അടുത്തില്ല. ഇത് വേണോന്ന് ചോദിച്ചത്. അപ്പൊ അതന്നെയല്ലേ ഞാനും വേണോന്ന് ചോദിച്ചത്. അതാ പ്രശ്നമായല്ലോ. ഇപ്പൊ അത് വേണ്ടാന്ന് പറഞ്ഞ അപ്പൊ നീക്ക് അതന്നെ വാങ്ങിയില്ലേ? ആ നീ അതും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ബാർബി ഫോൺ വേണം വയ്ക്കുമ്പോ അങ്ങനെ പറഞ്ഞാ അത് സോറി പറഞ്ഞാളെ. അത് സോറിയാണ് പറഞ്ഞത്, പ്രശ്നമില്ലാന്ന്. നിങ്ങൾ വല്ലാത്ത വിലയാണ് പറയുന്നത്. ഇപ്പൊ വിലക്ക് യാതൊരു ഇഷ്ടമില്ലാന്ന് പറയുമ്പോ അത് ഒപ്പിട്ട് 150 രൂപ എന്തൊരു വില പറഞ്ഞപ്പോ നമ്മള് ഓരോന്ന് എടുക്കുമ്പോ നിങ്ങൾ എടുക്കുന്ന വില നിങ്ങൾ കൂട്ടുള്ള കണ്ടമാനോ ചോദിച്ചിട്ട് എവിടെ പോയിട്ട് ചോദിച്ചിട്ട് നിങ്ങൾ ഈ 4-5 കാടുണ്ട്, നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ പറയും. കുട്ടികൾക്ക് എന്തിനാണ് അത് ഒപ്പി വെറുതെ അവിടെ ഇതാണ് കഥ. ഈ തൊപ്പിക്ക് 150 രൂപ. എത്ര തൊപ്പിക്ക്? 150 രൂപ. ആ തൊപ്പി അനക്ക് വേണ്ട? മോൾട്ടിക്ക് എന്തെങ്കിലും കളിക്കാൻ എന്തെങ്കിലും വാങ്ങി തരട്ടെ? മിണ്ടടാ അനക്ക് ഫുള്ള് തന്നെ പാപ്പല്ല അമ്മ. പോടാ.